ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. മുൻകാലങ്ങളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ 66 പുസ്തകങ്ങൾ ലളിതമായി വ്യാഖ്യാനിക്കുവാൻ സർവകൃപാലുവായ ദൈവം എന്നെ സഹായിച്ചു. അതിലേക്ക് എന്നെ പ്രോത്സാഹിപ്പിച്ച, പ്രാർത്ഥിച്ച, എവിടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് സമാഗമന കൂടാരം എന്ന വിഷയം ഇവിടെ പഠനവിധേയമാക്കുകയാണ്. ഞാൻ പാസ്റ്റർ ഗിരീഷ്, ദുബായ്. സത്യവേദ പുസ്തകത്തിൻ്റെ ആദ്യ താളിലെ ആദ്യ വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് ആകാശത്തിലെ വിസ്മയമാണ്. പ്രപഞ്ചവും അതിലുള്ളവയുമെല്ലാം തന്നെത്താൻ ഉളവായതാണെന്ന ആധുനിക ചിന്തകൾക്കൊരു വെല്ലുവിളി കൂടിയാണ് ഇത്. അതെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുവെന്ന ഈ പ്രസ്താവന അനന്തവിസ്തൃതമായ ആകാശത്തിൽ രാത്രിയിൽ തെളിഞ്ഞു വരുന്ന ദീപസമൂഹങ്ങളെപ്പോലെ കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഗാലക്സികൾ. പ്രപഞ്ചത്തിൽ 1000 കോടിയിലധികം ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സിയിലും 200,000 കോടിയിലധികം നക്ഷത്രങ്ങൾ വീതവുമുണ്ട്. ആ നക്ഷത്രങ്ങളിൽ വെച്ച് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ. അടുത്തെന്ന് പറയുമ്പോൾ 148.8 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് സൂര്യൻ നിൽക്കുന്നത്. 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെള്ളം തിളയ്ക്കുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ സൂര്യൻ്റെ മധ്യഭാഗത്തെ ചൂട് 35,000 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അധികമാണ്. സൂര്യനും ഭൂമിയുമായുള്ള അകലത്തിൽ കുറവ് വന്നിരുന്നുവെങ്കിൽ ഈ ഭൂമി മുഴുവനും വെറും മരുഭൂമിയാകുമായിരുന്നു. മറിച്ച് അകലം കൂടിയിരുന്നുവെങ്കിൽ തണുത്തുറഞ്ഞ ഒരു പിണ്ഡമായി തീരുമായിരുന്നു. ഭൂമിയെ ദൈവം വളരെ കൃത്യമായ അകലത്തിൽ ആക്കി വെച്ചു. സഹനീയമായ ചൂടും ഓക്സിജൻ്റെ സാന്നിധ്യവും ഉപയോഗ്യമായ ജലവും ഇവിടെ ഉള്ളതിനാൽ സൗരമണ്ഡലത്തിൽ ജനവാസയോഗ്യമായ ഒരു ഗ്രഹം ഈ ഭൂമി തന്നെയാണ്. നക്ഷത്ര സമൂഹങ്ങളായ 1000 കോടിയിലധികമുള്ള ഗാലക്സികൾ മണിക്കൂറിൽ 4,90,000 മൈൽ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 200 ലക്ഷം വർഷം കൊണ്ട് മാത്രമേ ഇവ ഒരു ഭ്രമണം പൂർത്തിയാക്കുകയുള്ളൂ. ഈ കോടിക്കണക്കിന് ഗാലക്സികൾ എല്ലാം നിശ്ചിത പാതയിലൂടെ, അതെ, ദൈവം അതിനെ ആക്കി വെച്ചതുപോലെ യാതൊരു ക്രമവും തെറ്റാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കാലഘട്ടം ഏതാണെന്ന് ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. ആദിയിൽ എന്ന പദത്താൽ ചരിത്രാതീതമായ ആ കാലഘട്ടത്തെ ദൈവം നിർവചിക്കുന്നു. ദൈവസ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രപഞ്ച സൃഷ്ടിക്ക് തക്കതായ ഒരു കാരണം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. പ്രപഞ്ചത്തെ സൃഷ്ടിക്കേണ്ടത് ദൈവത്തിന് ഒരു നിർബന്ധിത വിഷയമായിരുന്നില്ല. എങ്കിലും അത് സൃഷ്ടിക്കുവാൻ ദൈവം സ്വയം തീരുമാനിച്ചു. കാരണം വളരെ വ്യക്തമാണ് ഉത്തരം: ദൈവം സ്നേഹം തന്നെ ആയതുകൊണ്ട്. ഈ സ്നേഹം പ്രകടിപ്പിക്കപ്പെടണം, അതിനൊരു നിമിത്തവും വേണം. അങ്ങനെ ദൈവം തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാധ്യമമായാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഒരു പ്രത്യേക ജാതിയുടെ ചരിത്രമാണ് ബൈബിളിൽ പ്രധാനമായും വിവരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രസ്തുത ജാതിയോട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതര ജാതികളുടെ സംക്ഷിപ്ത വിവരണവും ബൈബിളിൽ നമുക്ക് ലഭിക്കുന്നു. ബൈബിളിലെ അതിപ്രധാനമായ 8 നിയമങ്ങളിൽ അഥവാ ഉടമ്പടികളിൽ 4 ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നതാണ്. ഏദനിലെ ഉടമ്പടി, ആദമിനോടുള്ള ഉടമ്പടി, നോഹയോടുള്ള ഉടമ്പടി, അബ്രഹാമിനോടുള്ള ഉടമ്പടി എന്നിവയാണവ. തുടർന്നു വരുന്നത് മോശയോടുള്ള ഉടമ്പടിയും പലസ്തീൻ ഉടമ്പടിയും ദാവീദുമായുള്ള ഉടമ്പടിയും ഒടുവിൽ പുതിയ നിയമ ഉടമ്പടി എന്നിവയുമാണ്. തിരുവഴുത്തിൽ വെളിപ്പെടുത്തുന്ന 7 യുഗങ്ങളിൽ 4 ഉൽപ്പത്തി പുസ്തകത്തിലാണ്. നിഷ്പാപയുഗം, മനസ്സാക്ഷിയുഗം, മാനുഷിക ഭരണയുഗം, വാഗ്ദത്ത യുഗം എന്നിവയാണവ. തുടർന്നു വരുന്നവയാണ് ന്യായപ്രമാണയുഗം, കൃപായുഗം, സഹസ്രാബ്ദ യുഗം എന്നിവ. നിയമങ്ങളിൽ മോശയോടുള്ള ഉടമ്പടിയിലും വാഗ്ദത്ത യുഗത്തിൽ ന്യായപ്രമാണ യുഗത്തിലുമാണ് സമാഗമന കൂടാര പഠനം നാം വിധേയമാക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ക്രമാനുഗതമായ വെളിപ്പാട് ഉൽപ്പത്തിയിൽ ആരംഭിച്ച് വെളിപ്പാട് പുസ്തകം വരെ ക്രിസ്തുവിലാണ് പൂർത്തിയാകുന്നത്. ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.